ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്നുണ്ടല്ലോ 200 വർഷം പഴക്കമുള്ള മോസ്കാണ് വന്നിട്ടുള്ളത്. ഇത് ദുബായിൽ തന്നെ ഹത്ത എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത്. അന്നത്തെ കാലത്ത് പ്രയറിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ആകെ ഒരു മസ്ജിദാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ആ മസ്ജിദാണ് ഇപ്പോൾ എൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് മസ്ജിദ്. അപ്പോൾ നമ്മൾ ഈ മസ്ജിദിനോട് ചേർന്ന് തന്നെ ഇവിടെ കുറച്ച് ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട്, നടക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ നമ്മളിന്ന് ഹത്തയിൽ വന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ കാഴ്ചകൾ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഗൈസ്, ബൈ ബൈ. നമ്മൾ ഹത്ത ഡാമിലോട്ട് വരുമ്പോൾ ഹത്ത ഹെറിറ്റേജ് വില്ലേജിനോട് ചേർന്നിട്ടുള്ള മോസ്കാണിത്. അപ്പോൾ ഇതാണ് മോസ്ക്. ഇതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഹത്ത ഹെറിറ്റേജ് വില്ലേജ് ഉണ്ട്. ഹെറിറ്റേജ് വില്ലേജ് ഹത്ത, നിങ്ങൾ വരുന്ന സമയത്ത് ഹത്ത ഹെറിറ്റേജ് വില്ലേജ്, ഹത്ത മോസ്ക്, ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഇതിനെക്കുറിച്ചിട്ടുള്ള മസ്ജിദ് അൽഷാരിയ, ഇതാണ് ഇതിൻ്റെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്. The mosque with more than 200 years old. It was the only mosque in this area at the time. ഇപ്പോൾ 200 വർഷം മുമ്പുള്ള മോസ്കാണിത്. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. 2000 ഇത് റിനോവേറ്റ് ചെയ്തു ദുബായ് മുനിസിപ്പാലിറ്റി. അപ്പോൾ കാരണം കല്ലും മണ്ണും കൊണ്ട് മാത്രം ഉണ്ടാക്കിയിട്ടുള്ളതാണത്. പിന്നെ അകത്ത് പോകാനുള്ള കാഴ്ചകളൊന്നും നമുക്ക് പറ്റത്തില്ല, കാരണം ഇത് ആകെ പുരാതന ഇതായിട്ട് അവർ സൂക്ഷിച്ചിരിക്കുന്ന കാരണം. അൽഷാരിയ മസ്ജിദ് ഡീറ്റെയിലൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് താഴോട്ട് ഇറങ്ങി ബാക്കി കാഴ്ചകളാണ്. മേലെ കാണുന്ന മസ്ജിദ്, അവിടെ നിന്ന് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ നമുക്ക് നടന്നു പോകാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ആൾക്കാർ ഇവിടെ ഹൈക്കിങ്ങിനൊക്കെ വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നടക്കാറുണ്ട്. ഇങ്ങനെ നടന്ന് താഴെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നടന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സൂപ്പർ സ്ഥലമാണ്. ഒരു ഗ്രാമീണ ഭംഗി പോലെ ഉണ്ടല്ലോ, ഒരു നാട്ടിലെ ഒരു പ്രതീതമാണ് ഇവിടെ. മസ്ജിദിൻ്റെ ബാക്ക് സൈഡാണിത്. ഇതിൻ്റെ ബാക്ക് സൈഡാണ് അത്. ഇമാമിൻ്റെ ഹൗസാണത്. ദ വാദി ഹബ്ബ്. നടക്കാൻ ഏകദേശം 5-6 കിലോമീറ്റർ വരെ നമുക്കിത് വേണമെങ്കിൽ നടന്നു പോവാം. ഇവിടെ ഫുള്ള് ഈ നമ്മുടെ ഈന്തപ്പനയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തണുപ്പും നമ്മുടെ നാട്ടിലെ പോലെ ഉണ്ടാവും കാഴ്ചകൾ. പിന്നെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മേലെന്ന് നല്ല ഫ്രഷ് വാട്ടറാണ് ഇതിൽ വരുന്നത്. ഇതുണ്ടോ? നമ്മൾ ഇതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ആ പള്ളിയിൽ നിന്ന് ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഇരിക്കാനും കാര്യങ്ങളും നല്ല സെറ്റപ്പ്. പണ്ടത്തെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ കലാമണിയുടെ ഓർമ്മ വരുന്നത്. കാരണം കലാമണിയുടെ ഒരു പാടി ഉണ്ടല്ലോ, ആ സെറ്റപ്പൊക്കെ ഓർമ്മ വരുന്നത്. അതേ സെറ്റപ്പിൽ. പിന്നെ ഇപ്പോൾ ഈത്തപ്പനയുടെ ഇപ്പോൾ സീസണായത് കാരണം ഇവിടെ കുറേ ഈത്തക്കായൊക്കെ, ഈത്തപ്പനയുടെ സീസൺ ആയതുകൊണ്ട് കണ്ടോ ഈത്തപ്പഴമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പച്ചയാണ്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നൊരു 100 മീറ്റർ വരുമ്പോഴേക്കുള്ള കാഴ്ചയാണ് ഇതൊക്കെ. കണ്ടോ? ഇത് കൂടെ നമുക്കിങ്ങനെ നമ്മുടെ തമിഴ്നാടും ഒക്കെ പോയി കഴിഞ്ഞാലേ തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നടന്നു പോകുമ്പോഴുള്ള പ്രതീതിയാണ് ഇവിടെ. അതുപോലെ നമുക്കൊരു നല്ലൊരു നാട്ടിൽ, നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ ഉണ്ടല്ലോ, തമിഴ്നാട്ടിലൊക്കെ ഫാമിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാലുള്ള കാഴ്ച പോലെയാണ് ഇവിടെ. ഇതാണ്ടോ വാഴ, മാങ്ങ ഇപ്പോൾ സീസണല്ലാത്ത കാരണം മാങ്ങയൊന്നുമില്ല. ഈത്തപ്പനയുടെ മാങ്ങയുണ്ട് കേട്ടോ. അതോ ഇത് നോക്കിയേ, ഈ മാങ്ങ മരത്തിൽ നിറയെ മാങ്ങയുണ്ട്. എന്താ നമ്മുടെ നാട്ടിൽ മാങ്ങയുള്ള പോലെയാണ്. ഇതാണ്ടോ, ഇത് നോക്കി, ഇതുണ്ടോ മാങ്ങ ഇഷ്ടം പോലെ. ഇപ്പം മാങ്ങ അതുപോലെ ഉണ്ടല്ലോ ഈ തോട്ടത്തേക്ക് നനയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതാണ്ടോ നമ്മുടെ തമിഴ്നാട്ടിലും ആ സ്ഥലത്തൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഇതെങ്ങനെ ഒരു ടാങ്ക് പോലെ കെട്ടിയിട്ട് വെള്ളം നിറച്ചിട്ട് ഇതിൽ മീനൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. എന്താ ക്ലൈമറ്റ് അറിയോ? ഇപ്പോൾ പുറത്ത് നല്ല ചൂടും ഇതിനകത്ത് ഭയങ്കര തണുപ്പും. അപ്പോൾ അതുകൊണ്ട് ഒരു ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ, അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സൂപ്പർ സ്ഥലമാണ്. ഇതേപോലെ ഇങ്ങനെ നടക്കാനുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഒരു 6 കിലോമീറ്റർ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ നമുക്ക് എന്തായാലും ഉണ്ടല്ലോ ഫുള്ളോട് നടന്നു പോകണ്ടോ. കനാലിലൊക്കെ കണ്ടോ, നാട്ടിൽ മലമ്പുഴയിൽ നിന്നൊക്കെ വെള്ളം വരുന്ന പോലെ
വെള്ളം തിരിക്കുന്ന പോലെയുള്ള വെള്ളം പോകുന്ന പോലെയുള്ള സെറ്റപ്പാണ്. ഈ ഫാം മൊത്തം ഉണ്ടല്ലോ, ഈ ഏകദേശം 5-6 കിലോമീറ്റർ മുഴുവൻ ഇതേപോലെ ഫുൾ കനാൽ വെച്ച് വെള്ളം തിരിച്ചു വിട്ടിട്ടുള്ളത്. എല്ലാ സ്ഥലത്തോട്ടും ഉണ്ട്. നമ്മൾ ഈ നടന്ന് അകത്തോട്ട് വരുമ്പോഴൊക്കെ കാഴ്ചകൾ കാണാൻ തന്നെ ഒരു രസമാണ്. ഈ പച്ചപ്പും കാര്യങ്ങളും ഈ 5-6 കിലോമീറ്റർ നടക്കുന്നതൊന്നും നമുക്ക് അറിയ പോലും ഇല്ല. നമ്മൾ ഈ 2 ദിവസങ്ങളിലായിട്ടാണ് പോയിട്ടാണ് ഈ സ്ഥലം മൊത്തം കണ്ടത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും വീഡിയോ തന്നെ. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം ഒരു ദിവസം നടന്നു. ഈ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ കനാലിലൊക്കെ ഇപ്പോൾ ഈ വെള്ളമൊക്കെ തിരിച്ചു വിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇന്ന് വെള്ളമില്ല, അത് വേറെ റൂട്ടിൽ അവർ എവിടെയാണോ കൃഷിക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ച് തിരിച്ചു വിട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ വെള്ളം മുഴുവൻ വരുന്നത് നമ്മൾ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നില്ല, ആ മസ്ജിദ് അതിൻ്റെ താഴ്ന്നാണ്. അതുപോലെ ഇതാണ്ട് റൈറ്റ് സൈഡിലൊക്കെ ഉണ്ടോ മാങ്ങ മരം, എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇവിടെ ആവശ്യത്തിന് ഒരാൾ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ ഉണ്ടാവും ഒരു തൊടീൻ്റെ ഉള്ളിൽ അതുപോലെ എല്ലാ സെറ്റപ്പും ഉണ്ട്. അങ്ങോട്ട് കുറേ ദൂരമുണ്ട്. നമ്മൾ ഈ ആദ്യത്തെ ദിവസമായത് കാരണം കുറച്ച് ദൂരം മാത്രം നമ്മളിങ്ങനെ നടന്നുള്ളൂ. ക്യാമറമാൻ എന്തായാലും വയ്യ, നമ്മൾ ക്യാമറ വാങ്ങി നമ്മൾ തന്നെ പിടിച്ചേക്കിനി. ഇപ്പോൾ മാങ്ങ എൻ്റെ പൊന്നോ നോക്കി അങ്ങനെ തിങ്ങിന്ന്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വീഡിയോ ക്ലോസ് ചെയ്യാൻ പോണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതാണോ വെള്ളച്ചാട്ടമൊക്കെയാണ് ഇവിടെ. വെള്ളച്ചാട്ടം ഏതായാലും സൗണ്ട് ക്ലിയർ ആണോ എന്ന് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ഇതുകൊണ്ടോ സൂപ്പർ ഏരിയ അല്ലേ ബാക്ക് സൈഡിലൊക്കെ. എൻ്റെ മക്കളെ എന്താ സൂപ്പറാണ്, നല്ല ഇടുക്കാച്ചാണ്. ഈത്തപ്പഴമൊക്കെ ഇതൊക്കെ പഴുക്കാനുണ്ടല്ലോ, നമുക്കിങ്ങനെ പറിച്ച് എടുക്കാൻ പറ്റും. പക്ഷെ ഇപ്പോൾ അതിൻ്റെ പഴുക്കാനാവണേ ഉള്ളൂ സമയം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫോണിലായതുകൊണ്ട് കറക്റ്റായിട്ട് വീഡിയോ കറക്റ്റല്ല. ഒരു ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ടുണ്ടല്ലോ, ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സൂപ്പർ സ്ഥലമാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ടുണ്ടോ, വാഴയൊക്കെ ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് ഇവിടെ ഉണ്ടല്ലോ സ്പെൻഡ് ചെയ്യണമെന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം തീർച്ചയായും വരിക, വന്നിട്ട് ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇതുപോലത്തെ നമുക്ക് വെറൈറ്റി ഗൈസ് നമ്മളുണ്ടല്ലോ, ഈ നേരെ കാണുന്നതാണ് ഹത്തിൽ നിന്ന് വരുന്ന വഴി. ഹത്തിൽ നിന്ന് വന്നിട്ട് നമ്മളിതിൽ ഈ വഴി നേരെ കയറി അങ്ങനെയാണ് ഹത്ത ഡാമിലോട്ട് പോകുന്നത്. വഴി അറിയാൻ വേണ്ടി ജസ്റ്റ് പറയുന്നതാണ്. അപ്പോൾ അതിന്ന് നമ്മൾ ഹത്തിൽ നിന്ന് ഈ വഴി, അതായത് നമ്മൾ ഹത്ത റൗണ്ട് ബോട്ട് നേരെ വരുമ്പോൾ ഈ ലെഫ്റ്റ് എടുത്തിട്ട് നേരെ നമ്മൾ ഇതിലാണ് പോകേണ്ടത്. ഇതിൽ പോയി കഴിഞ്ഞാലാണ് നമ്മൾ കണ്ട 200 വർഷം പഴക്കമുള്ള മസ്ജിദിലോട്ടുള്ള റൂട്ട്. ഓക്കെ, ഏകദേശം ഈ റൂട്ടിൽ കൂടെ ഒരു 1 കിലോമീറ്റർ പോയാൽ മതി.